ഇപ്പോൾ നമ്മൾ ബ്രേക്കും ക്ലച്ചും ലേറ്റസ്റ്റ് മോഡലാക്കിയപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു വർക്കും കൂടെ ഉണ്ട്. നമ്മൾ ഇത്രയും ഹൈറ്റിൽ ഈ ബ്രേക്ക് അതുപോലെ ക്ലച്ചൊക്കെ വരുമ്പോൾ നമ്മൾ കാല് ഈ ഗ്യാപ്പിൽ കൊടുക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അതിനാണ് 2002 മോഡൽ ട്രാക്ടറുകൾ, മഹീന്ദ്ര ട്രാക്ടറുകളൊക്കെ ഇവിടെ ഒരു ഇങ്ങനെ ക്രോസ് കട്ടിങ്ങാണ് വരിക. നമ്മളും വിചാരിച്ചിരുന്ന ആദ്യം എന്തിനാണ് കമ്പനി ഇങ്ങനെ കൊടുത്തേക്കുന്നത് എന്നുള്ളത്. 2 സൈഡിലുണ്ടാവും ക്രോസ് കട്ടിങ്. അപ്പം പിന്നെ ടാങ്ക് അഴിച്ചിട്ട് ഇവിടെ ഈ ഭാഗം കട്ട് ചെയ്യണം. എന്നിട്ട് പക്ഷേ അതേ ഷേപ്പ് ആക്കണം. സൈഡിലിവിടെ ഇങ്ങനെ കട്ടിങ് ഇതുവരെ വരും, ഏകദേശം ഇവിടുന്ന് ഇതുവരെ. ഇപ്പോൾ എല്ലാം തന്നെ നമ്മൾ ക്ലച്ച് ഇങ്ങനെ ചവിട്ടുമ്പോൾ ചെരുപ്പ് കാലിൻ്റെ വിരൽ ഇതിനുള്ളിൽ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ടാങ്ക് അഴിച്ചു. എന്നിട്ട് വണ്ടിൻ്റെ ബാക്കിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പാച്ച് വർക്കറിൻ്റെ അടുത്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്യണം. ഈ തട്ടിയെടുക്കുന്നത് അതിൻ്റെ സൈഡിലൊരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നൊരു സ്റ്റിക്കർ വരും. ഒരു തകിടിന്മേ പഞ്ച് ചെയ്തിട്ടുള്ള അത് തട്ടി ഒഴിവാക്കാണ്. DI എഞ്ചിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും. അതിൻ്റെ അളവ് താഴ്ഭാഗത്ത് 5 ഇഞ്ച്, മേൽഭാഗത്ത് 4 ഇഞ്ചാണ് വരിക. രണ്ട് ലൈൻ ഇടും കട്ട് ചെയ്യണതിന് മുൻപായിട്ട്. അതിൽ രണ്ടാമത്തെ ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്യുക. ഒന്നാമത്തെ ലൈനിൽ അത് മടക്കി വെക്കാനാണ് ഈ 2 ലൈൻ ഇടുന്നത്. അവിടുന്ന് താഴ്ഭാഗത്ത് 5 ഇഞ്ച്, താഴ്ഭാഗത്ത് ഇത്ര ഈ ഒരു ലെവലിലാണ് മാർക്ക് ചെയ്യേണ്ടത്. മേൽഭാഗത്ത് 4 ഇഞ്ച്, ആ കട്ടിങ്ങിൻ്റെ അവിടുന്ന് 4 ഇഞ്ച്. ഇനി ഈ പാച്ച് വർക്ക് ചെയ്ത ആളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ബൈജു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഏകദേശം ഒരു 15 വർഷത്തോളമായി ഈ ഒരു സ്ഥലത്ത്, 15 വർഷമല്ല ഒരു 20 വർഷത്തോളമായി ഈ സ്ഥലത്ത് സ്ഥാപനം തുടങ്ങിയിട്ട്. ഇദ്ദേഹത്തിൻ്റെ നമ്പർ 9746 330 172. വർക്കുകളൊക്കെ നല്ല വൃത്തിയോടെയും ഉത്തരവാദിത്തത്തോടെയാണ് ഇദ്ദേഹം ചെയ്തു കൊടുക്കാറ്. ഏത് വാഹനങ്ങളുടെയും പാച്ച് വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കും. ബസ്സായാലും ലോറി ആയാലും ട്രാക്ടർ ആയാലും കാറായാലും ജീപ്പായാലും ഓട്ടോറിക്ഷ ആയാലും ഏതൊരു വാഹനത്തിൻ്റെ പാച്ച് വർക്കുകളും വളരെ റേറ്റ് കുറവാണതിനും. പിന്നെ അതുമല്ല വളരെ ഉത്തരവാദിത്തത്തോടു കൂടെ നല്ല വൃത്തിയിൽ ചെയ്തു കൊടുക്കും. ഇദ്ദേഹത്തിൻ്റെ ഷോപ്പുള്ളത് തിരൂർ താലൂക്കിലെ പുറത്തൂർ പഞ്ചായത്തിലെ മില്ലുംപടി എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പുള്ളത്. വർക്കുകളുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെയല്ലാതെ നമ്മൾ ടാങ്ക് പുതിയത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപേൻ്റെ അടുത്ത് ഉണ്ടാവും ഇതിൻ്റെ റേറ്റ്. ടാങ്ക് അയച്ചെടുക്കേണ്ട ഒരു റിസ്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ.
അപ്പോൾ ഈ ഭാഗത്തെ വർക്ക് കഴിഞ്ഞ ഏകദേശം മടക്കൽ കഴിഞ്ഞു, അതിൻ്റെ മിനിറ്റ് കഴിഞ്ഞാണ്. ഇനി അടുത്ത ഭാഗത്തേക്കാണ്. അപ്പോൾ വർക്ക് ഏകദേശം ഫിനിഷായി. അതിൻ്റെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വെൽഡിങ് ഉണ്ട്, അത് ചെയ്യാണ്. അപ്പോൾ ടാങ്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു, അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സീറ്റും നമ്മൾ ചെറുതായിട്ട് റീസ്റ്റോറേഷൻ ചെയ്തു. ഇപ്പം നമുക്ക് പുതിയൊരു ട്രാക്ടർ ഓടിക്കണ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും ഈ ഒരു ട്രാക്ടർ ഓടിക്കുമ്പോൾ. ആദ്യത്തെ പോലെയല്ല, കാരണം സ്റ്റെപ്പ്, ക്ലച്ച്, ബ്രേക്ക്, ടാങ്ക് ഇതെല്ലാം നമ്മൾ പുതിയ മോഡലാക്കി. ഏകദേശം ഒരു 5000 രൂപൻ്റെ ഉള്ളിലെ ഈ ടാങ്കും ക്ലച്ചും ബ്രേക്കും ഇങ്ങനെ ചെയ്യാൻ വന്നിട്ടുള്ളൂ. ഈ ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ ട്രാക്ടറുകൾ മാറ്റുക. മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ചിട്ട് ട്രാക്ടറെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഓരോരോ പാർട്സുകളും നമുക്ക് വേറെ വേറെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഏത് പുതിയ മോഡലിലേക്കും നമുക്ക് മാറ്റാൻ കഴിയും ട്രാക്ടറിനെ സംബന്ധിച്ചിടത്തോളം. പഴയ ട്രാക്ടറുകൾ ഓടുന്ന റെൻറ്റും പുതിയ ട്രാക്ടറുകൾ ഓടുന്ന റെൻറ്റും ഒരേ റെൻറ്റിനാണ് ഓടുക. പുതിയ ട്രാക്ടറിൻ്റെ ഒരു അടവിൻ്റെ പൈസ എടുത്തു വെച്ചാൽ മതി നമുക്ക് പഴയ ട്രാക്ടർ നല്ല അടിപൊളിയാക്കിയിട്ട് ഉഷാറാക്കാൻ. മാക്സിമം പഴയ ട്രാക്ടറുകൾ തന്നെ നിലനിർത്തുക, അത് നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കിത്തരും. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.